ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ്. ഇവിടെ ഒരു 3-4 ഇക്വേഷൻസ് വരുന്നുണ്ട്. പല തവണ നീറ്റിന് ഇത് എക്സാമിന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഷോർട്ട് നോട്ട് പോലെ ഇവിടെയുള്ള എല്ലാ ഇക്വേഷൻസും എഴുതി തരാം. അപ്പോൾ ഇവിടുന്ന് ക്വസ്റ്റ്യൻ വരാനുള്ള പ്രോബബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പോൾ എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ചാർജ് നോക്കാം. എൻ്റെ കയ്യിൽ 2 സ്ഫിയേഴ്സ് ഉണ്ടായിരുന്നു. ഇതിലെ കപ്പാസിറ്റൻസ് C1, ഇത് C2, ചാർജ് Q1, Q2, പൊട്ടൻഷ്യൽ V1, V2, റേഡിയസ് എന്താണ് R1, R2. നമ്മൾ ചെയ്ത കാര്യം ഈ 2 പേരെയും നമ്മൾ ഒരു വയർ വെച്ചിട്ട് എന്ത് ചെയ്തു, കണക്ട് ചെയ്തു. അങ്ങനെ വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് അവരുടെ ചാർജ് എന്ത് ചെയ്യും, ഒഴുകും. കുറച്ച് കഴിയുമ്പോൾ 2 പേർക്കും എന്തായിട്ട് മാറും, ഒരേ പൊട്ടൻഷ്യൽ ആയിട്ട് മാറും. ഹയർ പൊട്ടൻഷ്യലിൽ നിന്ന് ലോവർ പൊട്ടൻഷ്യലിലേക്ക് ചാർജ് ഒഴുകും ടിൽ ദെയർ പൊട്ടൻഷ്യൽ ബിക്കം സെയിം. കുറച്ച് കഴിഞ്ഞാൽ 2 പേരുടെയും പൊട്ടൻഷ്യൽ എന്തായിട്ട് മാറും, ഈക്വൽ ആയിട്ട് മാറും. അപ്പൊ പൊട്ടൻഷ്യൽ സെയിം ആയി അല്ലെ. പിന്നീട് ഇയാളുടെ പൊട്ടൻഷ്യൽ V1, V2 ആയിട്ട് മാറി. ആ സമയത്ത് അവരുടെ ചാർജ് മാറും. അപ്പൊ ആദ്യം നമുക്ക് പഠിക്കേണ്ടത് എന്താണ്, ഇവരുടെ കോമൺ പൊട്ടൻഷ്യലാണ്. കാരണം 2 പേരുടെയും പൊട്ടൻഷ്യൽ സെയിം ആയിട്ട് മാറിയില്ലേ. അപ്പൊ 2 പേർക്കും ഒരേ പൊട്ടൻഷ്യൽ അല്ലേ, അതിനെയാണ് നമ്മൾ കോമൺ പൊട്ടൻഷ്യൽ എന്ന് പറയാറ്. അതിന്റെ പ്രോബ്ലം എക്സാമിന് ചോദിക്കാറുണ്ട്. ഫോർമുല എല്ലാവരും നോട്ട് ചെയ്ത് വെച്ചേക്ക്. എന്താണ്, C1 V1 പ്ലസ് C2 V2 ഡിവൈഡഡ് ബൈ എന്താണ്, C1 പ്ലസ് C2. ദിസ് ഇസ് എ ഫോർമുല ഫോർ കോമൺ പൊട്ടൻഷ്യൽ. C1 ആദ്യത്തെ ആളുടെ കപ്പാസിറ്റൻസ്, ഇത് ആദ്യത്തെ ആളുടെ പൊട്ടൻഷ്യൽ. സിമിലർലി C2 V2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. പക്ഷെ അവരുടെ ചാർജ് മാറും അല്ലെ. ആദ്യം ഇതിന്റെ ചാർജ് Q1 Q2 ആണ്. വയർ വെച്ച് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ചാർജ് മാറും. ആദ്യത്തെ ആളുടെ പുതിയ ചാർജ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 ഇൻറ്റു R1. ഇത് ഓർത്തു വെക്കാനുള്ള ഒരു ട്രിക്ക് എന്താണെന്നറിയോ, ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ റേഡിയസ് അല്ലെ. Q1 ആണ് വേണ്ടതെങ്കിൽ നിങ്ങൾ R1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇനി രണ്ടാമത്തെ ആളുടെ പുതിയ ചാർജ് ആണ് വേണ്ടതെങ്കിലോ ടോട്ടൽ ചാർജ് ബൈ ടോട്ടൽ റേഡിയസ് ഇൻറ്റു ഇത് Q2 ആയതുകൊണ്ട് R2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് ദ ഫൈനൽ ആൻസർ ഈസ്, ദ ഇക്വേഷൻ ഈസ് ദാറ്റ് 2 പേരും വയർ വെച്ച് കണക്ട് ചെയ്യുമ്പോൾ അവർക്ക് എനർജി ലോസ് ഉണ്ടാകും. കാരണം ഇവിടെ കുറച്ച് എനർജി ഹീറ്റ് ആയിട്ട് പുറത്തേക്ക് വേസ്റ്റ് ചെയ്ത് പോകും. അതുകൊണ്ട് ചാർജിങ്ങിന് ശേഷം കുറച്ച് എനർജി ലോസ് ഉണ്ടാകും. ആ എനർജി ലോസ് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയും നിങ്ങളൊന്ന് എഴുതി വെക്കണം. C1 C2 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു C1 പ്ലസ് C2 ഇൻറ്റു V1 മൈനസ് V2 ഹോൾ സ്ക്വയർ. നേരെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ട് ഉത്തരം കിട്ടും. എല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫോർമുലയാണ്. C1 C2 മീൻസ് അവരുടെ കപ്പാസിറ്റൻസ് ആണ്. V1 V2 എന്ന് പറയുമ്പോൾ എന്താണ്, അവരുടെ പൊട്ടൻഷ്യൽ ആണ്. അപ്പോൾ ഇത്രയും ഇക്വേഷൻസ് നിർബന്ധമായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ കൃത്യമായിട്ട് ഇതേപോലെ ഇലക്ട്രോസ്റ്റാറ്റിക്സിലേക്ക് എല്ലാ ഇക്വേഷൻസും പഠിക്കുക. ഓൾ ദ ബെസ്റ്റ്.